നീണ്ടപാറയിൽ കാട്ടാനപ്പേടി ഒഴിയുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും ആനകളെത്തി കൃഷി നശിപ്പിച്ചു. രാവിലെ പാലുമായി പോയവരും പള്ളിയിൽ പോയവരും ആനയെ കണ്ട് ഭയന്നോടി. വനംവകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച നേര്യമംഗലം നീണ്ടപാറയിൽ വെള്ളിയാഴ്ച രാവിലെയും ആനകളെത്തി കൃഷിനാശം വരുത്തി. 2 ആനകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോയ സ്ത്രീകളും കുട്ടികളും പാലുമായി പോയവരും ആനകളെ കണ്ട് ഭയന്നോടിയ സംഭവവും ഉണ്ടായി. 5 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും മറ്റുള്ള അധികൃതരോടും പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ പ്രതിഷേധവുമായി വനംവകുപ്പ് ഓഫീസിലേക്ക് എത്തി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ തിരികെ കാട് കയറ്റാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ നാട്ടുകാർ വനംവകുപ്പ് ഓഫീസിൽ കുത്തിയിരുന്നു. ജനപ്രതിനിധികളും വൈദികർ അടക്കമുള്ളവരും നാട്ടുകാർക്കൊപ്പം ചേർന്ന് പ്രതിഷേധിച്ചു. അത് തിരിച്ചു വരുമ്പോൾ ആനയുടെ ശല്യം കാരണം റോട്ടിൽ നിന്ന് ഇറങ്ങി അതിന് ആറാട്ടി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരണം. എന്തായിരിക്കും കർശനമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇന്ന് രാവിലെ തലനാരിഴയ്ക്ക് പാലും കൊണ്ടുപോയി ആനരയ്ക്ക് പാലും കൊണ്ടുപോയ ആളെ രക്ഷപ്പെട്ട് തലനാരിഴയ്ക്ക് വരെ ഒരാൾ കണ്ണായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവര് 2 പേരെ ഇന്ന് നമ്മളിവിടെ ഇതായിട്ട് ഇരിക്കുന്നവന്ന് ആൾക്കത് അവരായി 2 ആനയാണ് ഇന്നിപ്പം നിലവിൽ ആന എന്തെങ്കിലും വെടിവെച്ചോ എന്ത് കാട്ടിയാണെങ്കിലും ഇതിന് ഇവിടുന്ന് മാറ്റും. ആന നാട്ടിലിറങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചാൽ പോലും ആരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഫെൻസിംഗ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങിയതും നാട്ടുകാരുടെ ആശങ്ക കൂട്ടുന്നുണ്ട്. നാട്ടിലിറങ്ങിയ ആനകളെ വെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. കഴിഞ്ഞ 10 ദിവസമായി നീണ്ടപാറ കരിമളം ഭാഗത്ത് കാട്ടാനകളുടെ അതിരൂക്ഷമായ ശല്യമാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇന്നലെ ഒരു വീട്ടമ്മ വളരെ ആനയുടെ മുമ്പിൽ നിന്ന് തലമുടിതാരിക്കാണ് രക്ഷപ്പെട്ടത്. ആളുകളെല്ലാം ഭീതിയിലാണ്. ഇപ്പോൾ പ്രാണഭയം ഉള്ളിൽ പിടിച്ചുകൊണ്ടാണ് ആളുകൾ അവിടെ കഴിയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കടുത്ത അനാസ്ഥയാണ് ഈ വിഷയത്തിലുള്ളത്. ഒരു ഫോറസ്റ്റുകാർ പോലും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഫോറസ്റ്റുകാർക്ക് വാഹനമില്ല, മറ്റ് സൗകര്യമില്ല എന്നുള്ള ഓരോ ന്യായങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ ഇങ്ങനെ ഗ്രഹിക്കുമ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഇവരുടെ ഒരു ഇരട്ടത്താപ്പ്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾ അവരുടെ കുടിയിൽ അവരുടെ സ്വന്തം ഭൂമിയിൽ നട്ടു വളർത്തിയ ഏതെങ്കിലും ഒരു മരം മുറിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ നിമിഷം മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും, റേഞ്ച് ഓഫീസർ അടക്കമുള്ള മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും അടക്കം 100 കണക്കിന് ഫോറസ്റ്റുകാർ ആ സെക്കൻഡിൽ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ സ്ഥലത്തെത്തും. ഇപ്പൊ ഇന്ന് തലക്കോട് ഒരു സ്ഥലത്ത് 4 ഫോറസ്റ്റ് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവം? ആളുകളെല്ലാം ഏതോ ഒരു പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ അവൻ നട്ടു വളർത്തിയ അവന്റെ ഭൂമിയിലെ തടി മുറിച്ചു എന്നാണ് പറഞ്ഞാണ് ഫോറസ്റ്റ്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.